പിന്നീടാണ് കെ പി ശങ്കരൻ മാഷും CBK ജോസഫൊക്കെ ഞാൻ ബന്ധപ്പെടുന്നത്. കെ അരവിന്ദാക്ഷന്റെ അവതാരികൻ വളരെ താങ്കളെ കുറിച്ച് വളരെയധികം പുകഴ്ത്തുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഓരോ സംശയ നിവാരണത്തിനും ഞാൻ കെ അരവിന്ദാക്ഷനുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യം അദ്ദേഹം അറിയില്ല എന്ന് പറയും. ഇനി അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണെങ്കിൽ ഹരി ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയും. ഓക്കെ, അങ്ങേയറ്റം കറകളഞ്ഞ ഗാന്ധിയൻ ചിന്തകനാണ്, സത്യസന്ധനാണ് അദ്ദേഹം. മാത്രമല്ല കെ അരവിന്ദാക്ഷൻ എഴുതിയ ഗാന്ധിയുടെ ജീവിത ദർശനം എന്ന പുസ്തകമാണ്, ഞാനല്ല ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു റീഡിങ് അത്രയും ഗാന്ധിയെ ആഴത്തിൽ പോയി തൊട്ട ഒരു പുസ്തകം ഇല്ല. കാരണം അത് മൗലികമാണ്. കാരണം അത് ഗാന്ധിയൻ ജീവിതത്തിൻ്റെ, ദർശനത്തിൻ്റെ, പ്രപഞ്ച വീക്ഷണത്തിൻ്റെ, സത്യാഗ്രഹത്തിൻ്റെ, പ്രകൃതി സ്നേഹത്തിൻ്റെ, പാരിസ്ഥിതിക ബോധത്തിൻ്റെ, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുടെയൊക്കെ ആഴമേറിയ അടരുകളിലൂടെയാണ് ഈ അരവിന്ദാക്ഷൻ പോകുന്നത്, കെ അരവിന്ദാക്ഷൻ പോകുന്നത്. വിസ്മയപ്പെട്ടു ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല എൻ്റെ ഒരു ഗുരുനാഥൻ എന്നുള്ള രീതിയിൽ എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിയ അദ്ദേഹമാണ്. ഞാൻ ഓരോ അധ്യായം എഴുതുന്ന സമയത്തും പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമാണ്. എങ്കിൽ പോലും ഞാൻ ഓരോ അധ്യായവും എഴുതി കഴിഞ്ഞാൽ ഞാൻ കെ അരവിന്ദാക്ഷനായിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അദ്ദേഹം വായിക്കും. എന്നിട്ട് അദ്ദേഹം എനിക്ക് നിർദ്ദേശങ്ങൾ തരും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഞാൻ റിഫൈൻ ചെയ്യും അത്. എന്നിട്ടാണ് ഞാൻ ഓരോ അധ്യായം പൂർത്തിയാക്കുന്നത്. ഞാൻ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ CBK ജോസഫിനെ ഞാൻ പരിചയപ്പെടുന്നു. ഞാൻ ധരിക്കുന്നത് ഇദ്ദേഹം വാർധയിലെ ജവഹർലാൽ ബജാജ് ഗാന്ധി സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടർ, അന്തർദേശീയ പ്രശസ്തനായ ഒരാൾ, മലയാളിയാണ്. പിന്നെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയത്തോടെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ എന്തൊരു സിംപ്ലിസിറ്റിയാണ്, അവിടെയാണ് ഗാന്ധിയുള്ളത്. മാത്രമല്ല അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ, നിരവധി വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരം ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ വാർധ ആശ്രമത്തിൽ അന്തർദേശീയ തലത്തിലുള്ള സെമിനാറുകളും പരിപാടികളും നടത്തുക, തിരക്ക് പിടിച്ചൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം എന്നെ പഠിക്കുകയാണ്. ഞാൻ വെറുതെ അദ്ദേഹത്തെ ശല്യം ചെയ്യുകയാണോ അല്ലയോ എന്നുള്ളൊരു പഠനം നടത്തിയപ്പോൾ ഞാൻ വളരെ ഗൗരവപൂർവ്വമാണ് ഈ കാര്യത്തെ സമീപിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം എന്നെപ്പോലെ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ കുനിങ്ങാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വിരമിച്ച അധ്യാപകന് സ്വപ്നം കാണാൻ കഴിയാത്ത അപൂർവമായ ഗാന്ധിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും ചരിത്രരേഖകളും വാർധയിലെ ആർക്കൈവ്സിൽ നിന്ന് അദ്ദേഹം എനിക്ക് അയച്ചു തരുന്നു. അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചു, അതൊരു അധിക പ്രസംഗമല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു അധ്യാപകർ ടീച്ചർ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ 2 പുസ്തകങ്ങൾ എഴുതിയത്. ഞാൻ 1983 22ാമത്തെ വയസ്സിൽ MA എക്കണോമിക്സ് പാസ്സായ അന്ന് മുതൽ ഞാൻ അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ 10-35 വർഷക്കാലത്തെ ഞാൻ വെറും അധ്യാപകൻ മാത്രമല്ല, ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ ഞാൻ വോളിബോൾ കളിക്കാരനാണ്. തീർച്ചയായിട്ടും എനിക്ക് അതെ. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ജീവിത അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് കുട്ടികളുടെയും അധ്യാപകരുടെയും ക്യാമ്പുകളിലും സംഗമങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ കഴിയും. പിന്നെ നമുക്കുള്ളൊരു പരിമിതമായ അറിവുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കുറേ സംശയങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ബഹദൂർ ഷാ സഫർ എങ്ങനെ കൊല്ലപ്പെട്ടു? ഓക്കെ, ആരായിരുന്നു കുഞ്ഞാലി മലക്കാർ? ഓക്കെ, 1857 കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു പ്ലാസി യുദ്ധം എന്ന് ഒരു അധ്യാപകന് പുതിയ കാലത്ത് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടണമെങ്കിൽ ഒരു 100 കണക്കിന് പുസ്തകങ്ങൾ പോകണം. ആ 100 കണക്കിന് പുസ്തകങ്ങളിലെ അറിവാണ് എൻ്റെ 2 പുസ്തകത്തിലുള്ളത്.